25 വർഷം ക്ഷേമനിധി അടച്ചവനാണ്. 3 വർഷമായി പെൻഷനായിട്ട് ഇതുവരെ അതിൻ്റെ പൈസ തന്നില്ല, പെൻഷൻ തന്നില്ല. 500 രൂപ തന്നു. നിലവിൽ കേരളത്തിൽ ഭരണമാറ്റം വേണം എന്നാണോ ചേട്ടൻ? പിന്നെ തീർച്ചയായിട്ടും വേണം. വികസനം എന്ന് പറയുന്ന ഈ വിലക്കയറ്റമാണ് വികസനം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗമൊക്കെ ആയാലും എല്ലാം വഷളായി കിടക്കുമല്ലോ. പിന്നെ എന്താ ചേട്ടൻ വ്യക്തിപരമായി എങ്ങനെ അതിനെ കത്രിക വൈറ്റ് വെച്ച് ഓപ്പറേഷൻ ചെയ്യുന്നതും മന്ത്രിയല്ല ഓപ്പറേഷൻ ചെയ്തത്, ആരോഗ്യരംഗം ചെയ്തത്. ഇവിടെ ഇപ്പോൾ വിജയിക്കാൻ പ്രതീക്ഷ 100% കുമ്മനം രാജശേഖരൻ നല്ലൊരു സ്ഥാനാർത്ഥി തന്നെ തീർച്ചയായിട്ടും. തോറ്റാലും ഇനിയും കുത്തുന്നത് UDF മാത്രമേ കുത്തത്തുള്ളൂ. പിണറായി സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ കാണുന്നു? അയ്യോ, അവൻ്റെ ഭരണം നല്ല ഭരണം, അതുകൊണ്ട് ഇനി അവൻ കൊടുക്കത്തില്ലെന്നല്ലേ ഉള്ളു. ഇല്ലയോ, അവനും കൊള്ളാം, അവൻ്റെ മുനോമിനിക്കും കൊള്ളാം. അല്ലാതെ ആർക്കാണ് പോകാൻ? ഇപ്പം നിനക്കുണ്ടോ പോകാനോ? ഉണ്ടോ? ഇല്ല. 1 ലക്ഷം തരുമെന്ന് പറഞ്ഞാലും കൊടുക്കുകയില്ല. പിണറായി സർക്കാരിൽ ഒരു സമാധാനമില്ല. അവൻ്റെ സമാധാനം ഇതായിരിക്കും. എൻ്റെ പഴയ മറുനാടിൻ്റെ സർവേ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏവരും ഏറെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറന്മുള. ആരോഗ്യമന്ത്രിയായ വീണ ജോർജിൻ്റെ മണ്ഡലം എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമാണ് ആറന്മുള. സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയൊക്കെയായി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആറന്മുള വാർത്തകളിൽ കൂടുതലായി ഇടം നേടാറുണ്ട്. മന്ത്രി വീണ ജോർജ് തന്നെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയും NDA സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനുമാണ് ഇവിടെ ജനവിധി തേടുന്നത്. മുൻപ് 2 തവണ വീണ ജോർജിനെ ജയിപ്പിച്ചുവിട്ട ആറന്മുള ഇത്തവണ LDFനെ പിന്തുണയ്ക്കുമോ, അതോ UDFനൊപ്പമാകുമോ, അതോ പുതിയൊരു മാറ്റത്തിനായി NDAയ്ക്ക് അവർ അവസരമൊരുക്കുമോ? അത് ജനങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം. ക്ഷേമനിധിക്ക് വേണ്ടി പണം കൊടുത്തവന് പെൻഷനില്ല, അല്ലാത്തവർക്ക് പെൻഷൻ കൊടുത്തു. ഒരുപാട് പേർക്ക് ക്ഷേമനിധിയിൽ പെൻഷൻ കൊടുക്കാൻ ഇനിയും കിടക്കും. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഈ ആറന്മുള മണ്ഡലത്തിൽ ആര് ജയിക്കും? ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നല്ല പാർട്ടി ജയിക്കും. ഇപ്പം ചേട്ടൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ ഇപ്പോൾ ഒരു നല്ല പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഏതാ? ഇപ്പം നല്ല പാർട്ടി ജനങ്ങളെ മനസ്സിലിരിക്കുന്നത് കൈപ്പറ്റി. കുറേ ഇടതുപക്ഷവും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവരും ഉണ്ട്, ഇവരും ഉണ്ട്. പിന്നെ കുമ്പനം എന്ന് പറയുന്ന അങ്ങേരൊരു നല്ല മനുഷ്യനാണ്. അങ്ങേർക്കൊന്നും കിട്ടാൻ വലിയ സാധ്യത കുറവാണ്. പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ കാണുന്നു? ഭരണമെന്ന് പറഞ്ഞാലെ കൊണ്ടെന്തോ പാവപ്പെട്ടവനും ഒന്നും ചെയ്തിട്ടില്ല. കുറേ ആളൊക്കെ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ പാവപ്പെട്ടവനെ കണ്ടുപിടിച്ച് ഇവരൊന്നും ചെയ്തിട്ടില്ല. പെൻഷൻ ഇത് പറച്ചിലല്ലാതെ ഇവിടെ കൂട്ടിക്കിടും. ഞാൻ 25 വർഷം ക്ഷേമനിധി അടച്ചവനാണ്. 3 വർഷമായി പെൻഷനായിട്ട് ഇതുവരെ അതിൻ്റെ പൈസ തന്നില്ല, പെൻഷൻ തന്നില്ല. 500 രൂപ തന്നു, അത്രയായിരുന്നു. അത് കഴിഞ്ഞ് വേറെ ഒന്നും ഞാനെന്നല്ല, ഒരുപാട് പേരുണ്ട്. പിന്നെ 5 വർഷത്തിന് മുമ്പ് പുള്ളി പെൻഷൻ എല്ലാവർക്കും കൊടുത്തു. ഈ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പെൻഷനായവർക്ക് കിട്ടാതെ ഇരിക്കുന്നത്. അപ്പം നിലവിൽ കേരളത്തിൽ ഭരണമാറ്റം വേണം എന്നാണോ ചേട്ടൻ്റെ അഭിപ്രായം? പിന്നെ തീർച്ചയായിട്ടും വേണം. ഭരണം മാറ്റം വന്നാലേ ഒരു നടക്കുന്നില്ല. അവർക്കെങ്കിലും ഒരു നല്ലത് നടക്കും, അത്രയേ ഉള്ളൂ. ജനങ്ങൾക്കൊന്നും നടന്നില്ലെങ്കിലും ഭരിക്കുന്നവർക്ക് അസുഖമായിട്ട് ജീവിക്കാനുള്ളത്. അതങ്ങനെ അതൊക്കെ നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നടന്നില്ലേലും അവർ വരുമെന്നുള്ളതാണ് ഉള്ള എൻ്റെ ഒരു തോന്നൽ. പിന്നെ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇന്ന് സാധന വിലക്കയറ്റത്തിനെ പറ്റി ആരും സംസാരിച്ചിട്ടില്ല. സാധനം എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഇപ്പം 90 രൂപ കൊടുക്കണം. ഇതിനെപ്പറ്റി ആരും വികസനം എന്ന് പറയുന്ന ഈ വിലക്കയറ്റമാണ് വികസനം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പോവുകയാണെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം വളരെയേറെ ദുരിതത്തിലാണ്. വിലക്കയറ്റം തന്നെയല്ല, ഈ നാടിൻ്റെ അവസ്ഥ വളരെ ഒരു പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഞങ്ങൾ ഈ കേരളത്തിൽ ഇപ്പം വ്യക്തികളെ, നല്ല സ്ഥാനാർത്ഥികളെ നോക്കിയാണ് വിജയിപ്പിക്കുന്നത്. അതിനകത്ത് ഒരു പാർട്ടിയെയും പ്രത്യേകിച്ച് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നില്ല. ഞങ്ങളിവിടെ ആറന്മുളയിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്ര പരിപാടിയിലാണ്. അതുപോലെ തന്നെ UDFിൽ കാലങ്ങളായി വോട്ട് കൊടുക്കണം എന്നുള്ളൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ UDFിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ അങ്ങോളം ആഘോഷിച്ച് നടന്നൊരു സംവിധാനമാണ് UDF. ദളിത് ആക്ടിവിറ്റീസും ദളിത്
ആക്ടിവിറ്റീസും ദളിത് ചിന്തകനുമായിരിക്കുന്ന സണ്ണി കബിഗാഡിന് വൈക്കം മണ്ഡലം കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിയാഘോഷിച്ച് ചില ദളിത് സംഘടനകളൊക്കെ കോട്ടയത്ത് വി ഡി സതീശൻ്റെ വരവിന് ഭയങ്കര പിന്തുണ കൊടുത്തതാണ്. എന്തുപറ്റി? ലാസ്റ്റ് ദളിത് വിഭാഗങ്ങളെ അവഗണിച്ച് അവർക്ക് അർഹതമായ പരിഗണന കൊടുക്കാതെ ദളിത് വിഭാഗത്തിൻ്റെ നേതാവായിരിക്കുന്ന സണ്ണി കബിഗാഡിന് സീറ്റ് കൊടുക്കുക എന്നുള്ളൊരു പ്രതിഷേധമാണ് ഈ പ്രാവശ്യം ഞങ്ങൾ UDFനെതിരെ നിലനിൽക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ ആറന്മുള മണ്ഡലത്തിൽ ആര് വിജയിക്കാന്ന് കരുതുന്നു? ആറന്മുള മണ്ഡലത്തിൽ ഏത് വഴിക്ക് പോയാലും ഞങ്ങൾ NDAയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. ജയിക്കുന്നതും ജയിപ്പിക്കേണ്ടതുമായത് ഇവിടുത്തെ ജനങ്ങളുടെ ആറന്മുള മണ്ഡലത്തിലെ സംവിധായകരുടെ നിലപാടുകളാണ്. പക്ഷെങ്കിൽ ദളിത് ഫ്രണ്ട് DFI എന്ന് പറഞ്ഞ സംഘടന ആറന്മുളയിൽ NDAയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ അവർ ജയിക്കണമെന്നാണ് ഞങ്ങൾ വളരെ വിനീതമായി എല്ലാവരോടും അപേക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ നിലപാട് വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോഴത്തെ നിലപാടുകൾ കേരളത്തിൻ്റെ പോക്കേ എങ്ങോട്ടാണെന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. മാറ്റം ആവശ്യമാണ്. വോട്ട് എന്ന് പറഞ്ഞ് മാറ്റിക്കുത്താനും മാറി ചിന്തിക്കാനും ഉള്ളതാണ്. കാലാകാലങ്ങളായിട്ട് ഒരു സ്ഥാനാർത്ഥിക്കോ അല്ലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കുത്തിക്കൊള്ളാവുന്നൊന്നും ഞങ്ങൾ ആർക്കും വാഗ്ദാനം. കാരണം ഞങ്ങൾ ആരുടെ അടിമകളല്ല. അതാണ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്. മത്സരമൊക്കെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടോ? സ്ഥാനാർത്ഥികൾ ശക്തരാണോ? ആണ്. അബിനാണ് വിജയിക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാവരുടെയും പറച്ചിൽ കേട്ടിട്ട് അഭിപ്രായം അതാണ്. നിലവിലെ MLA കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. അപ്പം അങ്ങനെ കരുതുന്നില്ല. ഇതിന് ഒരു നെഗറ്റീവ് വശം കൂടെ എല്ലാവരും പറയുമല്ലോ. എല്ലാം പോസിറ്റീവ് പറയത്തില്ലല്ലോ. അങ്ങനെ ഓരോരുത്തർ ഭരിക്കാൻ വരുമ്പോഴും എല്ലാവരെക്കുറിച്ചും നെഗറ്റീവും പോസിറ്റീവും പറയും. തുടർഭരണം വേണമെന്ന് അഭിപ്രായമുണ്ടോ? നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ജനങ്ങൾ തീരുമാനിക്കട്ടെ. എനിക്ക് ആര് ഭരിച്ചാലും ഒന്നുമില്ല. ഞാൻ ജയിക്കുന്ന UDF വരുമെന്നാണ്. നിലവിലെ MLAയുടെ ഭരണം എങ്ങനെ? MLA കുറിച്ച് എന്താ അഭിപ്രായം? നിലവിലെ കുറിച്ച് MLAയുടെ അഭിപ്രായം അത് ഓരോന്നൊക്കെ വെളിപ്പെടുത്തുന്ന ഓരോരുത്തർക്ക് അറിയത്തില്ല. പിന്നെ എന്തിനാ ഇപ്പം പറയുന്നത്, പ്രത്യേകിച്ച് പറയുന്നത്? എങ്കിലും ചേട്ടൻ്റെ അഭിപ്രായത്തിൽ MLAയുടെ പ്രവർത്തനങ്ങൾ തൃപ്തനാണോ? ആരോഗ്യരംഗമൊക്കെ ആയാലും എല്ലാം വഷളായി കിടക്കുമല്ലോ. പിന്നെ എന്തുവാ ചേട്ടൻ വ്യക്തിപരമായി എങ്ങനെ അതിനെ? കത്രിക വയറ്റ് വെച്ച് ഓപ്പറേഷൻ ചെയ്യുന്നതും മന്ത്രിയല്ല ഓപ്പറേഷൻ ചെയ്യുന്നത്, ആരോഗ്യരംഗം ചെയ്തത്. പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ്? ഭരണവും എല്ലാം കണക്കാണ്. ഭരണമാറ്റം വേണം എന്ന അഭിപ്രായമുണ്ടോ? ഒന്നുണ്ടോ? ഭരണമാറ്റം വേണമെന്നുണ്ടോ? തന്നെയും പിന്നെയും ഭരിച്ചാൽ തന്നെ ശരിയാവില്ല. അപ്പോൾ LDF അവർ ഗവൺമെൻറ് പറയുന്നത് പെൻഷൻ വർദ്ധിപ്പിച്ചു അങ്ങനെയുള്ള ഇതൊക്കെ. പെൻഷൻ വർദ്ധിപ്പിക്കും. നോക്കിയാൽ അത് ഏത് സർക്കാരാണെങ്കിലും പെൻഷൻ അതാത് കാലങ്ങളിലൊക്കെ വർദ്ധിപ്പിക്കും ഒക്കെ ചെയ്യും. അല്ല ഒരു LDF സർക്കാരൊന്നും അല്ല, എല്ലാവരും ചെയ്യും. അതുപോലൊക്കെ മാറ്റം വേണമെന്ന അഭിപ്രായമാണ്. വേണം, ഒരു ഭരണമാറ്റം വേണം. തുടർ ഭരണമായാലേ ശരിയാകത്തില്ല. പ്രതീക്ഷിക്കുന്നത് മൂന്ന് മുന്നോളം ഒരുപോലെ ശക്തര. ഒന്നും പറയാൻ പോകില്ല. ഇപ്രാവശ്യം ഒന്നും പറയാൻ പറ്റില്ല. മൂന്നും നല്ല സ്ഥാനാർത്ഥികൾ തന്നെ. ഒന്നും പറയാൻ പറ്റില്ല. നിലവിലെ MLAയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? മോശമായിട്ട് പ്രകടനമല്ല, നല്ല പ്രകടനം തന്നെ. ഇവിടെ ഇപ്പോൾ വിജയിക്കാൻ പ്രതീക്ഷ 100% കുമ്മനം രാജശേഖരൻ. നല്ലൊരു സ്ഥാനാർത്ഥി തന്നെ തീർച്ചയായിട്ടും. ഇപ്പോൾ രാജേട്ടൻ വന്നതോടുകൂടി മത്സരത്തിൻ്റെ രണ്ടങ്ങ് മാറി. ഇപ്പം 100% ഉറപ്പാണ് രാജേട്ടൻ തന്നെ. ത്രികോണ പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതിൽ വിജയിക്കുന്ന രാജേട്ടൻ തന്നെ ആയിരിക്കും. MLA പ്രവർത്തനങ്ങൾ വികസനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വികസനങ്ങൾ ഭാഗമായിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഓരോന്നും കണ്ടുവരുന്നത് അത് വികസനങ്ങളൊന്നും ആയിട്ടില്ല. എല്ലാം ബാധിക്കുകയിലേ കിടക്കുക. ഒരുപാട് വിഷയങ്ങളിവിടെ വന്നിട്ടുണ്ട്. ആരോഗ്യ മേഖല ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. നെഗറ്റീവായിരിക്കും. ഭരണമാറ്റം വേണം. തീർച്ചയായിട്ടും അത് വേണേ പറ്റും. എങ്കിലേ കേരളം രക്ഷപ്പെടുത്തുള്ളൂ. നമ്മളാരും വെടിവെക്കാനൊന്നും വരത്തില്ല. അത്രേ ഉള്ളൂ. നമ്മളെ വരത്തില്ല. ഞാനും ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ വോട്ടർ തന്നെ ഞാനും. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇതിൻ്റെ ആൾക്കാർ വന്ന് എൻ്റെ ഫോൺ നമ്പർ വരെ ഞാൻ അവരെ കൊടുത്തിട്ടുണ്ട്. എനിക്കതിന് ഭയമുള്ളവനല്ല. പിന്നെ വോട്ട് ഞാൻ വോട്ട് ചെയ്തേക്കാം. തോറ്റാലും ഇനിയും കുത്തുന്നത് UDFന് മാത്രമേ കുത്തത്തുള്ളൂ. പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ കാണുന്നു? അയ്യോ, അവൻ്റെ ഭരണം നല്ല ഭരണം. അതുകൊണ്ട് ഇനി അവന് കൊടുക്കത്തില്ലെന്നല്ലേ ഉള്ളു. തുടർഭരണം പിന്നെ ഇനിയും തുടർഭരണം ഇനി ഉണ്ടെങ്കിൽ ഇനി എന്താ? ശബരിമല എല്ലാം പോയി ഇല്ലയോ?
അവനും കൊള്ളാം, അവൻ്റെ നോമിനിക്കും കൊള്ളാം. അല്ലാതെ ആർക്കാ ഉപകാരം? പറഞ്ഞ നിനക്കുണ്ടോ ഉപകാരം? ഉണ്ടോ? ഇല്ല. LDF സർക്കാർ പറയും വലിയ കാരണത്താൽ ഇപ്പം പെൻഷൻ ഇപ്പം 2000 ആക്കി. എന്തിനാണെന്നറിയാമോ? കുത്തുന്നവർ കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് കുത്താൻ. എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? വാങ്ങി വന്നിട്ടുണ്ട്, ചെന്നെടുക്കും. പക്ഷേ 1 ലക്ഷം തരുമെന്ന് പറഞ്ഞാലും കൊടുക്കുകയില്ല അവന്. അതിൽ കൂടുതൽ കാര്യമൊന്നും പറയാനില്ല. പിന്നെ എന്തിനു എനിക്ക് 73 വയസ്സുണ്ട്. ഇത്രയും നാളിനോടകം എത്ര പേരിവിടെ ഭരിച്ചു. പക്ഷെ ഇതുപോലൊരു നാറിയ ഭരണം ഇറങ്ങുമില്ല. ഏതായാലും എന്നെ ആരും തൂക്കാൻ കൊടുത്തില്ല. ഞാൻ കരം കൊടുത്താൽ പോകുന്നില്ല. വാമറ 65 73 ഉണ്ടടാ. ഇനിയിപ്പോൾ ചാകുന്നതിന് പേടിയൊന്നുമില്ലേ? പക്ഷെ 7 അടി ദൂരം നിൽക്കുകയുള്ളൂ, അടുക്കുകയല്ലോ ഇങ്ങോട്ട്. UDF പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ഗ്യാരണ്ടികളുണ്ട്. അപ്പോൾ അതിൽ ഗ്യാരണ്ടി ഒന്നും വേണ്ട. സമാധാനം. പിണറായി സർക്കാരിൽ ഒരു സമാധാനമില്ല. അവൻ്റെ സമാധാനം ആയിരിക്കും. എൻ്റെ പഴയ മനുഷ്യരെ വല്ലൊക്കെ ചിലപ്പോൾ വിടുത്തൊക്കെ വിടുപോത്തോണ്ട് വേണ്ട. അവർ 5 കാര്യങ്ങൾ വെച്ചേക്കുന്ന 5 കാര്യത്തിൽ നമുക്കതിന് വിശ്വാസമില്ല. ഏതാ വിശ്വാസം ഇല്ലെങ്കിലും അവർ തന്നെ അത്രേ. കേരളം മുടിഞ്ഞു. കേരളം കടത്തിൻ്റെ പുറത്ത് കടവായി. പിന്നെ അങ്ങനെ കടവല്ലയോ? ഇപ്പോഴും പെൻഷൻ ഉണ്ടോ? 62 ലക്ഷത്തിൽ ചില്ലറ എങ്ങാണ്ടാ അവർക്ക് പെൻഷൻ കൊടുത്തു. കടവല്ലി എടുത്തില്ല കൊടുത്തില്ല. അല്ല അവൻ്റെ കുടുംബത്തിൽ നിന്നല്ലല്ലോ. പക്ഷെ സ്വർണ്ണമല്ല വല്ലയിടത്തുമൊക്കെ ആക്കി. ഉമ്മൻചാണ്ടിയൊക്കെ മരിച്ചപ്പോൾ എന്ത് നല്ലതായിരുന്നു. എന്ത് സമാധാനവും മനസ്സിനും ഒരു സമാധാനം. ഈ ഉമ്മാതെ കയറിയിരിക്കുക ഭരിക്കാൻ. നമ്മുടെ ആറന്മുള മണ്ഡലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആറന്മുള മണ്ഡലത്തിലെ ജയസാധ്യതകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കൊപ്പം സുരേന്ദ്രൻ ചേട്ടനുണ്ട്. സുരേന്ദ്രൻ ചേട്ടൻ ഇപ്പോൾ ലോട്ടറി വിൽപ്പനയാണ്. സുരേന്ദ്രൻ ചേട്ടനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ചേട്ടാ ഇവിടുത്തെ ഒരു ട്രെൻഡ്? ഇവിടെ ഒരു യഥാർത്ഥ ത്രികോണ മത്സരത്തിൻ്റെ ട്രെൻഡാണുള്ളത്. ആർക്കാ വിജയസാധ്യത കൂടുതൽ? കുമ്മനം രാജശേഖരൻ ചേട്ടന് വിജയസാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അനുമാനം. മദ്യപിക പോലെയുള്ള വർക്കുകൾ, കുടുംബസംഗമങ്ങൾ, അതുപോലെ തന്നെ പഴയ കാല പ്രവർത്തകരൊക്കെ തന്നെ BJPയിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഒരു മാറ്റം അനിവാര്യമാണ്. കുമ്മനം രാജേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ 2 വസ്ത്രങ്ങളും ഒരു ബാഗുമായി എവിടെ എത്തുന്നോ അവിടെ സഹപ്രവർത്തകരോടുള്ള താമസമാണ് വർഷങ്ങളായിട്ടുള്ളത്. ആറന്മുളയുടെ ഉന്നമനത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹം വിജയിക്കേണ്ടത് ആറന്മുളയുടെ അത്യാവശ്യമാണ്. അദ്ദേഹം വിജയിക്കും. അപ്പോൾ ഇവിടെ ഈ മുൻ MLA 10 വർഷമായല്ലോ. മുൻ MLAയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? മുൻ MLA സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണ ജോർജ് ആറന്മുള മണ്ഡലത്തിൽ വിജയിച്ചത്. കാരണം കഴിഞ്ഞ തവണ ഹൈന്ദവ സമുദായത്തിൻ്റെ ശിവസൻ നായരുമായി മത്സരിച്ചപ്പോൾ ക്രൈസ്തവ വോട്ടിനകത്തിലൊരു ഏകീകരണം. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വരുമ്പോൾ ആ ഏകീകരണം എബിൻ വർഗീയമായിട്ടാകുമ്പോൾ ആ ക്രൈസ്തവ വോട്ട് 2 വിഭാഗമായി മാറാനും ആ കാരണത്താൽ കുമ്മനം രാജശേഖരൻ ചേട്ടന് വിജയസാധ്യതയും 2 വിഭാഗങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ മറുഭാഗത്തൊരു ഏകീകരണമുണ്ടായി കുമ്മാനത്തിന് വിജയസാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആറന്മുള മണ്ഡലം BJPക്കൊപ്പം ആദ്യമായിട്ട് നിലകൊള്ളുമെന്നാണ് ചേട്ടൻ പറഞ്ഞുകൊണ്ട് അഭിപ്രായം. അതുപോലെ തന്നെ വീണ ജോർജ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ കോടികളുടെ ഫ്ലെക്സുകൾ ഓമല്ലൂർ മുളക്കട റോഡിനും അതുപോലെ തന്നെ അടൂർ കോഴഞ്ചേരി റോഡിനുമൊക്കെ ആയിട്ട് ഫ്ലെക്സുകൾ വെച്ചു. പക്ഷേ ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് പോലും വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആരോഗ്യമേഖലയിലെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇതുപോലെ തകർന്ന ഒരു ആരോഗ്യമേഖല ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ്, അതൊക്കെ കൊണ്ടാണ് കുമ്മനം രാജേട്ടൻ വിജയസാധ്യത ഉണ്ടെന്ന് നമുക്ക് പറയാൻ